ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് റൺ ഓഗസ്റ്റ് 24-ന് ആലപ്പുഴയിൽ സംഘടിപ്പിക്കും. ആലപ്പുഴ കടപ്പുറത്ത് അത്ലറ്റിക്കോ ഡി ആലപ്പിയാണ് സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂറോഫ്ലക്സ് ബീച്ച് മാരത്തോണിന്റെ 5ാമത് എഡിഷൻ സംഘടിപ്പിക്കുന്നത്. ആലപ്പുഴ കടപ്പുറത്തെ അത്ലറ്റിക്കോ ഡി ആലപ്പി സ്പോർട്സ് ആണ് ലഹരി എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്യൂറോഫ്ലക്സ് ബീച്ച് മാരത്തോണിന്റെ 5ാമത് എഡിഷൻ ആലപ്പുഴയിൽ സംഘടിപ്പിക്കുന്നത്. 24-ന് ഉച്ച കഴിഞ്ഞ് 3:30-നാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് റൺ സംഘടിപ്പിക്കുന്നത്. ബീച്ച് മാരത്തോണാണ് ഈ വരുന്ന ഞായറാഴ്ച വൈകുന്നേരം 3:30-ക്ക് ആലപ്പുഴ കടപ്പുറത്ത് നടക്കാൻ പോകുന്നത്. 2ാമത്തെ വർഷം തന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ബീച്ച് മാരത്തോൺ എന്ന റെക്കോർഡ് ഞങ്ങൾ കൈവശപ്പെടുത്തിയിരുന്നു. അതിനുശേഷം എല്ലാ വർഷവും വളരെ അത്ഭുതാവഹമായ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തമാണ് ബീച്ച് റണ്ണിന് കണ്ടുവരുന്നത്. കഴിഞ്ഞ വർഷം ഏകദേശം 3000-ഓളം ആളുകളാണ് ബീച്ച് റണ്ണിൽ പങ്കെടുത്തത്. ഈ വർഷം അതിലും മേളിൽ ആളുകൾ പങ്കെടുക്കുമെന്നുള്ളതാണ് ഇപ്പോഴത്തെ രജിസ്ട്രേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ബീച്ച് റണ്ണിൻ്റെ എല്ലാ സംഘാടനവും കൃത്യമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ രജിസ്ട്രേഷനാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഓൺലൈൻ രജിസ്ട്രേഷനും ഓഫ്ലൈൻ രജിസ്ട്രേഷനുമായി വളരെ ഭംഗിയായി അതിൻ്റെ ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ട ജേഴ്സി, അവർക്ക് വേണ്ട ഫുഡ് കിറ്റുകൾ, മെഡലുകൾ, ഇതിൻ്റെ എല്ലാം വർക്കുകൾ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ശനിയാഴ്ച നമ്മൾ കിറ്റുകൾ വിതരണം ചെയ്തു തുടങ്ങും. വെള്ളിയാഴ്ച വൈകുന്നേരം ഒരുപക്ഷെ കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനായിരിക്കും കിറ്റ് ഉദ്ഘാടനം നിർവഹിക്കാൻ സാധ്യതയുള്ളത്. കഴിഞ്ഞ വർഷം നമ്മുടെ DYSP ആയിരുന്നു കിറ്റ് വിതരണം നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വാമപ്പിൻ്റെ സൂംബ, അതിനുശേഷം DJ, ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും തൊട്ടടുത്തുള്ള ബേവാച്ച് റിസോർട്ടിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാവർക്കും വൈകുന്നേരം വലിയൊരു ഭക്ഷണവും എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ള വലിയ ഒരു പരിപാടിയാണ്. ഓടുന്ന വഴികളിലെല്ലാം ആവശ്യത്തിനധികം NCC കേഡറ്റുകളുടെയും റിട്ടയേർഡ് മിലിറ്ററി ഓഫീസർമാരുടെയും നേതൃത്വത്തിലുള്ള ഒരു 100 പേരടങ്ങുന്ന സുശക്തമായ ഒരു ടീമിൻ്റെ സേവനമാണ് നമ്മൾ വഴിയിലെല്ലാം സ്വീകരിച്ചിരിക്കുന്നത്. പോകുന്ന സമയത്ത് എല്ലാവർക്കും കുടിക്കാനുള്ള വെള്ളവും ചെറിയ സ്നാക്സും ബാക്കിയുള്ള എല്ലാ കരുതലുകളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡോക്ടർ ജെഫേഴ്സൻ്റെയും ഡോക്ടർ തോമസ് മാത്യുവിൻ്റെയും വേറെ ഞങ്ങളുടെ ക്ലബിൽ തന്നെ മെമ്പർമാരായിട്ടുള്ള ഒട്ടനവധി ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സുശക്തമായ ഒരു മെഡിക്കൽ ടീം അന്നത്തെ ദിവസം ആ റണ്ണിന് പൂർണ്ണ സപ്പോർട്ടായിട്ട് അവിടെ ഉണ്ടാവും. 5000 അത്ലറ്റുകളെയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, 3 കിലോമീറ്റർ ഫൺ റൺ മത്സരങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. മത്സര വിജയികൾക്ക് 1 ലക്ഷം രൂപ ക്യാഷ് പ്രൈസും ട്രോഫികളും നൽകും. മത്സരാർത്ഥികൾക്കെല്ലാം ജേഴ്സിയും മെഡലും ഡിന്നറും സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. മാരത്തോൺ കടന്നു പോകുന്ന വഴികളിലെല്ലാം ആവശ്യത്തിനുള്ള കുടിവെള്ളം, ഭക്ഷണ സാധനങ്ങൾ, വൈദ്യസഹായം എന്നിവയും ഏർപ്പാടാക്കും. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള അത്ലറ്റുകളും പോലീസ്, നാവികസേന, വിവിധ കായിക സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും രാജ്യം സന്ദർശിക്കുന്ന വിദേശ ടൂറിസ്റ്റുകളും മത്സരത്തിൽ പങ്കെടുക്കും. മത്സരത്തിൽ 92 വയസ്സുള്ള ശങ്കുണ്ണി എന്നയാൾ മുതൽ അണിനിരക്കുന്നുണ്ട്. 10 കിലോമീറ്റർ മാരത്തോൺ മത്സരത്തിലാണ് ശങ്കുണ്ണി പങ്കെടുക്കുന്നത്. രാത്രി 8 മണിക്ക് പരിപാടികൾ സമാപിക്കും. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറും. ബീച്ച് റണ്ണിന്റെ ഭാഗമായി മാധ്യമ അവാർഡുകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബീച്ച് റണ്ണിന്റെ ഭാഗമായി LKG മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി വിവിധ കലാമത്സരങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ബീച്ച് റണ്ണിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും അറിയിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുര്യൻ ജെയിംസ്, സെക്രട്ടറി യൂജിൻ ജോർജ്, അനിൽകുമാർ, ശിവദാസ്, ദീപക് ദിനേശൻ, റിജു സുമേഷ്, ചന്ദ്രദാസൻ, ദീപ അരുൺ, ഡോക്ടർ ജീവേഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.